ഒരു മനുഷ്യന്റെ DNA ആണ് അയാളുടെ രോഗം, കഴിവ് രണ്ടിനെ കുറിച്ചും നിർണ്ണയിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളിലും ആ DNA ഉണ്ട്. മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാം. പാരമ്പര്യ രോഗം, പാരമ്പര്യ ബുദ്ധി രണ്ടും DNA മൂലമാണ് നമുക്ക് വരുന്നത്. ഹാർട്ട് അറ്റാക്ക്, മുട്ടുവേദന, പ്രമേഹ രോഗം, ഇപ്പൊ നമ്മൾ കണ്ട കുഞ്ഞുങ്ങൾക്ക് വന്ന അസുഖമെല്ലാം ഇതിനെല്ലാം കാരണം പാരമ്പര്യ DNA തന്നെ ഉണ്ട്. ഇങ്ങനെ പരമ്പരാഗതമായിട്ട് വരുന്ന അസുഖങ്ങളും കുറവുകളും DNA തന്നെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ റിസർച്ച്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ DNA റിസർച്ചിലൂടെ നമുക്ക് നമ്മുടെ പാരമ്പര്യ കഴിവുകളെല്ലാം തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഒരു ചിത്രകാരന്റെ, ഒരു പോരാളിയുടെ പാരമ്പര്യ DNAയിൽ പോലും ആ കഴിവുകളെല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കും. അതിനെ ഒന്ന് നമ്മൾ പ്രചോദനം ചെയ്തു കഴിഞ്ഞാൽ ആ കഴിവുകളെല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇതിനെക്കുറിച്ചെല്ലാമാണ് ബോധിധർമ്മൻ 1600 വർഷങ്ങൾക്ക് മുൻപ് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. DNA റിസർച്ചിനെ പറ്റി 1600 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയത് ഈ പുസ്തകത്തിലുണ്ട്. ഇവരെല്ലാവരെയും നമ്മൾ ഒരു സന്യാസിമാരായിട്ട് കാണാതെ ഒരു സയന്റിസ്റ്റ് ആയിട്ട് കാണണം. ഇക്കഴിഞ്ഞ 2 കൊല്ലത്തിന് മുമ്പ് ഒരു റിസർച്ച് ഓർഗനൈസേഷൻ ബോധിധർമ്മനെ മറവ് ചെയ്ത സ്ഥലം കണ്ടുപിടിച്ചായിരുന്നു. ഇത് കണ്ടോ? അദ്ദേഹത്തിനെ മറവ് ചെയ്ത സ്ഥലത്തു നിന്നും പല്ലും തലമുടിയും ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ബോധിധർമ്മന്റെ DNA കിട്ടിയത്. ഇത് ഞാൻ ഇന്റർനെറ്റിലാണ് കണ്ടത്. ഇത് കണ്ടോ? ഇതാണ് ബോധിധർമ്മന്റെ DNA. ബോധിധർമ്മന്റെ വംശത്തിലുള്ള ആൾക്കാർ, നിങ്ങളുടെ സ്വന്തക്കാരെല്ലാം, ഇവരെല്ലാം ഇപ്പോഴും കാഞ്ചീപുരം സൈഡിലാണ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി. അവരെ ഒരു ദിവസം ഞാൻ തേടിപ്പോയി. ബോധിധർമ്മന്റെ DNA പാറ്റേൺ നിങ്ങളുടെ സ്വന്തക്കാരിൽ ആർക്കെങ്കിലും മാച്ച് ആവുന്നുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ചിറ്റപ്പന്റെ വീട്ടിലേക്ക് പോയത്. ആ വീട്ടിൽ എന്നെ ഒരു കാര്യം അതിശയിപ്പിച്ചു. ബോധിധർമ്മന്റെ രൂപസാദൃശ്യത്തിലുള്ള നിന്റെ ഒരു ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു. നീ ഉപയോഗിച്ചു വെച്ച ഒരു പഴയ ചീപ്പിൽ നിന്നും നിന്റെ തലമുടി ഞാൻ എടുത്തായിരുന്നു. ഞാൻ കരുതിയതുപോലെ തന്നെ നിന്റെ DNA പാറ്റേണും ബോധിധർമ്മന്റെ DNA പാറ്റേണും തമ്മിൽ 80% ഒരുപോലെയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ നിന്നെ തേടിയെത്തിയത്. സർക്കസ് കൂടാരത്തിൽ നീ പരുക്ക് പറ്റി ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പം റിസർച്ചിന് ആവശ്യമുള്ള എല്ലാ ടെസ്റ്റുകളും ആ ഡോക്ടേഴ്സിനെ വെച്ച് തന്നെ ഞാൻ കളക്ട് ചെയ്തായിരുന്നു. ബോധിധർമ്മന്റെ കഴിവുകൾ നിന്റെ DNAയിലുണ്ട്. ഇതിന് ജനറ്റിക് മെമ്മറി എന്നാണ് പറയുന്നത്. ആ മെമ്മറിയെ പ്രചോദിപ്പിക്കുമ്പോൾ ബോധിധർമ്മനുണ്ടായ എല്ലാ കഴിവുകളും നിന്നിൽ പ്രകടമാവുന്നതാണ്. യെസ്, 1600 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ബോധിധർമ്മനെ അതേ കഴിവുകളോടെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് കഴിയും. എന്നാൽ അദ്ദേഹത്തിന്റെ കഴിവുകളെല്ലാം ഇക്കാലത്ത് എങ്ങനെ യൂസ് ആവും? ബോധിധർമ്മൻ വലിയൊരു വൈദ്യനായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ മലകളിലെല്ലാം ആയിരക്കണക്കിന് പലതരം അപൂർവ ഔഷധങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള മിക്ക ഗ്രന്ഥങ്ങളും ചില യുദ്ധങ്ങളിലായിട്ട് നശിപ്പിച്ചു കളഞ്ഞു. ബോധിധർമ്മന് ഓരോ ഔഷധ ചെടിയുടെ ഫലവും അതിന്റെ വേരുകളുടെ ഉപയോഗത്തെക്കുറിച്ചും അറിയാമായിരുന്നു. അതെല്ലാം ഈ ലോകത്തിന് പ്രയോജനമായി തീരണം. ഇതെല്ലാം നീ മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം?